തമിഴ്നാട് രാഷ്ട്രീയം ഇപ്പോൾ ഒരു മനുഷ്യനെ ചുറ്റിപ്പറ്റിയാണ് കറങ്ങുന്നത്. അത് മറ്റാരുമല്ല, മുഖ്യമന്ത്രി വിജയ്. സിനിമയിൽ ആരാധകർ കാത്തിരുന്ന നായകൻ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ അത് വെറുമൊരു വരവായിരുന്നില്ല, ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റായിരുന്നു. ഇന്നലെ വരെ DMK, AIDMK ഇവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ടായിരുന്നു തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ കഥ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് ആ കഥയിലെ ഏറ്റവും വലിയ ചോദ്യം വിജയ്. സ്റ്റാലിന്റെ കോട്ടകൾ പോലും കുലുക്കിയ വിജയ്, പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച മുഖ്യമന്ത്രി വിജയ്, ജനപ്രീതിയെ വോട്ടാക്കി മാറ്റിയ വിജയ് ഇപ്പോൾ അധികാരത്തിന്റെ കസേരയിലിരുന്ന് 100 ദിവസവും പിന്നിട്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെയാണ് യഥാർത്ഥ കഥ തുടങ്ങുന്നത്. കാരണം സിനിമയിൽ ഒരു ഹിറ്റ് കൊടുക്കുന്നത് എളുപ്പമാണ്, പക്ഷേ അധികാരത്തിൽ ഒരു ഹിറ്റ് സർക്കാർ നൽകുക, അതാണ് അസൽ കളി. ഇപ്പോൾ മുഖ്യമന്ത്രി വിജയ്ക്കെതിരെ പ്രതിപക്ഷം ഇതിനോടകം കളി തുടങ്ങി. DMK പറയുന്നു പഴയ പദ്ധതികൾക്ക് പുതിയ സ്റ്റിക്കർ ഒട്ടിക്കുകയാണെന്ന്. എന്നാൽ മുഖ്യമന്ത്രി വിജയ് സർക്കാർ മറുപടി പറയുന്നു ജനങ്ങൾക്ക് ആനുകൂല്യം കിട്ടുന്നുണ്ടോ എന്നതാണ് പ്രധാനമെന്ന്. ഇതിനിടയിൽ അടുത്ത 2 മാസം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ അഗ്നിപരീക്ഷ നടക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പുകൾ, 7 മണ്ഡലങ്ങൾ, 7 പോരാട്ടങ്ങൾ, 7 വിധികൾ. ഇവിടെ വിജയ് ജയിച്ചാൽ അത് വെറുമൊരു ഉപതെരഞ്ഞെടുപ്പ് വിജയമായിരിക്കില്ല. 2026 മുഖ്യമന്ത്രി വിജയ് തരംഗം ഇന്നും ശക്തമാക്കാനുള്ള രാഷ്ട്രീയ പ്രഖ്യാപനമായിരിക്കും. അപ്പോൾ പ്രതിപക്ഷത്തിന് മുന്നിൽ ഒരു ചോദ്യം മാത്രം: ഈ മുഖ്യമന്ത്രി വിജയ് ഇനി എങ്ങനെ തടയും? അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ മുഖ്യമന്ത്രി വിജയ് സർക്കാരിന്റെ ആദ്യ 100 ദിവസങ്ങൾ, പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ, DMKയുടെ നീക്കങ്ങൾ, AIADMKയുടെ അവസ്ഥ, വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, അതിലും പ്രധാനമായി മുഖ്യമന്ത്രി വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എത്രത്തോളം ശക്തനായി കഴിഞ്ഞു എന്നതെല്ലാം നമുക്ക് പരിശോധിക്കാം. കാരണം ഇത് വെറുമൊരു രാഷ്ട്രീയ മത്സരമല്ല, തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ അടുത്ത അധ്യായം എഴുതാനുള്ള പോരാട്ടമാണ്. അപ്പോൾ മുഖ്യമന്ത്രി വിജയ് ശരിക്കും മാസാണോ, അല്ലെങ്കിൽ ആ മാസ് ഇമേജ് വോട്ടാക്കി മാറ്റിയ അതേ വിജയ് ഇനി ഭരണത്തിലും അതേ വിജയം ആവർത്തിക്കുമോ? നോക്കാം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഞൊടിയിടയിലായിരുന്നു സി ജോസഫ് വിജയ് എന്ന താരത്തിന്റെ വളർച്ച. ആദ്യം ഫാൻസ് അസോസിയേഷനായും പിന്നീട് തമിഴക വെട്രി കഴകം TVK എന്ന രാഷ്ട്രീയ പാർട്ടിയായും കളം നിറഞ്ഞ വിജയുടെ പാർട്ടി നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രമില്ലാതെയാണ് ഇത്തവണ മാറ്റുരച്ചത്. വിജയ് എന്ന ഒറ്റ വ്യക്തിയെ മുന്നിൽ നിർത്തിയുള്ള മത്സരത്തിൽ 108 സീറ്റുകൾ TVK നേടി. ഈ വേളയിൽ സാക്ഷാൽ MK സ്റ്റാലിൻ പോലും അടിതെറ്റി വീണു. DMKയുടെ സീറ്റുകൾ കുത്തനെ കുറഞ്ഞു. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് വിജയാണ്. ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡി 3ാം തിരഞ്ഞെടുപ്പിൽ തോറ്റ പോലെ ഭാവിയിൽ വീഴാതിരിക്കാനുള്ള കരുതൽ മുഖ്യമന്ത്രി വിജയ് നടത്തുന്നുണ്ട്. 2 മാസത്തിനകം വിജയ് അഗ്നിപരീക്ഷ നേരിടാൻ പോവുകയാണ്. വിജയ് സർക്കാർ ഇന്ന് 100 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ജനപ്രിയ പദ്ധതികൾ കൊണ്ട് കയ്യടി നേടാൻ ഇതുവരെ വിജയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഗ്രാമീണ വികസനം, വനിതാ ശിശുക്ഷേമം, തൊഴിലവസരങ്ങൾ, 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ ധാരണാപത്രങ്ങൾ എന്നിവയെല്ലാം വിജയ് സർക്കാർ നേട്ടമായി എടുത്തു കാണിക്കുകയാണ്. അതുപോലെ 7000 രൂപ വിലയുള്ള കാർഷിക വായ്പകൾ എഴുതി തള്ളിയ പുതിയ പ്രഖ്യാപനത്തിലൂടെയും വിജയ് കയ്യടി നേടുകയാണ്. അതുപോലെ തന്നെ കൈക്കൂലി വാങ്ങുന്നത് അവസാനിപ്പിച്ചതും പൊതുമരാമത്ത് കരാറുകൾക്ക് വേഗത കൂട്ടിയതും വിജയ് സർക്കാരിന്റെ വലിയൊരു നേട്ടമാണ്. ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് 6000 കോടി രൂപ അനുവദിച്ച കാര്യം വിജയ് എടുത്തു പറയുന്നു. സ്ത്രീ സുരക്ഷയ്ക്ക് സിംഗപ്പിണ്ട സേന രൂപീകരിച്ചതും നവജാത ശിശുക്കൾക്ക് സ്വർണ്ണ സമ്മാനവും എല്ലാം നേട്ടമായി TVK പറയുന്നുണ്ട്. പഴയ പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് DMK ആരോപിക്കുകയാണ്. എന്തായാലും 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. കോടതി ഇടപെടലിനെ തുടർന്ന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിട്ടുണ്ട്, എങ്കിലും പ്രഖ്യാപനം ഉടനെ പ്രതീക്ഷിക്കുകയാണ്. വിജയ് രാജിവെച്ച തൃശി ഈസ്റ്റ് മണ്ഡലത്തിലും അണ്ണാ DMK അംഗങ്ങൾ രാജിവെച്ച 6 മണ്ഡലങ്ങളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. നടി തൃഷ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യവും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. വിജയെ നേരിടാൻ പ്രതിപക്ഷം പലപ്പോഴും നടിയെ ചേർത്ത് പറയുന്നത് പോലീസ് നടപടിയിലേക്ക് വരെ നയിച്ചിരുന്നു. കരൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് വിജയ് സർക്കാർ ജോലിയും നൽകിയിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ 7 സീറ്റിലും ജയിച്ചാൽ വിജയ് തമിഴ് രാഷ്ട്രീയത്തിൽ ചോദ്യം ചെയ്യാനില്ലാത്ത നേതാവായി മാറും. അപ്പോൾ വിജയ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് എങ്ങനെയാണ്? സിനിമയിലെ താരപദവി, ഫാൻസ് ക്ലബ്ബുകൾ, പതിയെ ജനകീയ കൂട്ടായ്മകൾ, അവിടെ നിന്ന് തമിഴക വെട്രി കഴകം. ഇതാണ് വിജയുടെ രാഷ്ട്രീയ യാത്രയുടെ തുടക്കം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ പഴയ രാഷ്ട്രീയ പാർട്ടികളെ പോലെ പതിറ്റാണ്ടുകളുടെ സംഘടനാ ചരിത്രമില്ലായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. വലിയ രാഷ്ട്രീയ കുടുംബ പാരമ്പര്യവുമല്ലായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ടായിരുന്നു: ജനങ്ങളുമായുള്ള നേരിട്ടുള്ള ബന്ധം. പ്രത്യേകിച്ച് യുവാക്കളിൽ വിജയ്ക്കുണ്ടായിരുന്ന വലിയ സ്വാധീനം. അതാണ് പിന്നീട് രാഷ്ട്രീയ ശക്തിയായി മാറിയത്. ഇനി തിരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ പ്രതിപക്ഷം കരുതിയത് സിനിമയിലെ ജനപ്രീതി വോട്ടായി മാറുമോ എന്നായിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ കണക്കുകൾ തന്നെ കഥ പറഞ്ഞു. TVK 108 സീറ്റുകൾ നേടി.
DMK 59 ചുരുങ്ങി. അങ്ങനെ തമിഴ്നാട്ടിലെ പഴയ രാഷ്ട്രീയ സമവാക്യത്തിലേക്ക് വിജയ് മൂന്നാമത്തെ വലിയ ശക്തിയായി മാത്രമല്ല ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കടന്നു വന്നു. അതാണ് ഇവിടെ വിജയുടെ യഥാർത്ഥ മാസ് എന്ന് പറയുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പ് ജയിച്ചതോടെ കഥ തീർന്നില്ല. അവിടെയാണ് കഥ തുടങ്ങിയത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം വിജയ്ക്ക് മുന്നിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. വാഗ്ദാനങ്ങൾ നടപ്പാക്കണം, തൊഴിൽ സൃഷ്ടിക്കണം, ഗ്രാമീണ മേഖലയിൽ വികസനം എത്തിക്കണം, കർഷകരെ സംരക്ഷിക്കണം, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണം, അഴിമതിക്കെതിരെ നടപടിയെടുക്കണം. അതോടൊപ്പം സിനിമാ താരമായതുകൊണ്ട് മാത്രം ഭരണം നടത്താൻ കഴിയില്ല എന്ന് കാത്തിരിക്കുന്ന പ്രതിപക്ഷത്തിനും മറുപടി നൽകണം. ഇവിടെയാണ് വിജയ് സർക്കാർ ആദ്യ 100 ദിവസത്തെ ഭരണത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത്. ഗ്രാമീണ വികസനത്തിന് ആയിരക്കണക്കിന് കോടികളുടെ പദ്ധതികൾ, സ്ത്രീ ശിശു ക്ഷേമ പദ്ധതികൾ, തൊഴിൽ അവസരങ്ങൾ, നിക്ഷേപ പദ്ധതികൾ, കർഷക വായ്പ എഴുതിത്തള്ളൽ, സ്ത്രീ സുരക്ഷയ്ക്കുള്ള പ്രത്യേക സംവിധാനം, ഇതെല്ലാം മുന്നോട്ട് വെച്ച് വിജയ് സർക്കാർ പറയുന്നത് ഒറ്റ കാര്യമാണ്: ഞങ്ങൾ വന്നത് ഭരിക്കാൻ മാത്രമല്ല, മാറ്റം കൊണ്ടുവരാനാണ്. പക്ഷേ പ്രതിപക്ഷം അത്ര എളുപ്പത്തിൽ അത് സമ്മതിക്കാൻ തയ്യാറായില്ല. DMKയുടെ ആക്രമണം ശക്തമാണ്. പുതിയ സർക്കാർ ഒന്നും പുതിയതായി ചെയ്തിട്ടില്ല, പഴയ പദ്ധതികൾക്ക് പുതിയ പേര് മാത്രം എന്നാണ് ആരോപണം. ഇവിടെയാണ് വിജയ് സർക്കാരിന്റെ രാഷ്ട്രീയ പരീക്ഷണം. കാരണം ജനങ്ങൾക്ക് മുന്നിൽ 2 വാദങ്ങളാണ് ഇപ്പോൾ. ഒന്ന്, വിജയ് സർക്കാർ പുതിയ രാഷ്ട്രീയമാണ് കൊണ്ടുവരുന്നത്. മറ്റൊന്ന്, പഴയ പദ്ധതികൾക്ക് വിജയ് പുതിയ നിറം കൊടുക്കുകയാണ്. ആരാണ് ശരി? അത് തീരുമാനിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ പ്രസംഗമല്ല, ജനങ്ങളുടെ ജീവിതത്തിലെ മാറ്റമാണ്. അതിനിടയിലാണ് അടുത്ത വലിയ രാഷ്ട്രീയ പോരാട്ടം വരുന്നത്: ഉപതിരഞ്ഞെടുപ്പ്. 7 മണ്ഡലങ്ങൾ, 7 പോരാട്ടങ്ങൾ. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്: നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ഒരു വലിയ വേവായിരുന്നു എന്ന് പറയുന്നവർക്ക് വിജയ് സർക്കാർ മറുപടി പറയേണ്ടത് ഇനി ഈയൊരു തിരഞ്ഞെടുപ്പിലൂടെയാണ്. കാരണം TVK ശക്തമായ പ്രകടനം നടത്തിയാൽ അത് പ്രതിപക്ഷത്തിന് വലിയ തലവേദനയാകും. കാരണം അപ്പോൾ ചോദ്യം വിജയ്ക്ക് ജനപ്രീതി ഉണ്ടോ എന്നായിരിക്കില്ല, വിജയ് എങ്ങനെ തടയും എന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഓരോ ഉപതിരഞ്ഞെടുപ്പും വിജയ് സർക്കാരിന്റെ റിപ്പോർട്ട് കാർഡ് കൂടിയാണ്. ഇവിടെയാണ് ദളപതിയുടെ യഥാർത്ഥ രാഷ്ട്രീയ മാസ് പരീക്ഷിക്കപ്പെടാൻ പോകുന്നത്. ഇനി ഇവിടെ നിന്നാണ് പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥ കളി തുടങ്ങുന്നത്. കാരണം വിജയ് സർക്കാരിനെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുക എന്നത് മാത്രം പോരാ, വിജയ് സർക്കാരിന്റെ ഇമേജ് തകർക്കണം. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ അവർ തുടങ്ങിയിട്ടുണ്ട്. ഒരു വശത്ത് DMKയുടെ ആക്രമണം, മറുവശത്ത് AIDMKയുടെ തിരിച്ചുവരവ് ശ്രമം. ഇതിനിടയിൽ വിജയ് സർക്കാരിനെതിരെ ഓരോ ദിവസവും പുതിയ രാഷ്ട്രീയ ആരോപണങ്ങൾ. വിജയ് സർക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ജനങ്ങൾ വലിയ പ്രതീക്ഷയാണ് വെച്ചത്. പുതിയ രാഷ്ട്രീയം, അഴിമതിയില്ലാത്ത ഭരണം, യുവാക്കൾക്ക് അവസരം, സ്ത്രീകൾക്ക് സുരക്ഷ, ഗ്രാമങ്ങൾക്ക് വികസനം, ഇതെല്ലാം പറഞ്ഞാണ് TVK ജനങ്ങളിലേക്ക് പോയത്. അപ്പോൾ ആ വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പിലാക്കുക എന്നതാണ് ഇനി വിജയുടെ ജോലി. ഇവിടെയാണ് വിജയ് എന്ന ആ ജനപ്രിയ നായകനേക്കാൾ വലിയൊരു വിജയ് തമിഴ്നാട് കാത്തിരിക്കുന്നത്, ഒരു ഭരണാധികാരിയെ. ഇനി വിജയ് സർക്കാരിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? ജനപ്രീതി. അത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. പക്ഷേ അതുമാത്രം മതിയാകില്ല. കാരണം ജനങ്ങൾ കൈയടിക്കുന്ന കാലം വേറെയാണ്, ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന കാലം വേറെയാണ്. സിനിമയിൽ വിജയ് ഒരു ഡയലോഗ് പറഞ്ഞാൽ തിയേറ്റർ മുഴുവൻ കയ്യടി. പക്ഷേ രാഷ്ട്രീയത്തിൽ ഡയലോഗ് പറഞ്ഞാൽ മാത്രം കയ്യടി കിട്ടില്ല. അവിടെ റോഡ് വേണം, ജോലി വേണം, വികസനം വേണം. അതുകൊണ്ടാണ് ഇനി വിജയുടെ ഓരോ പ്രഖ്യാപനവും ജനങ്ങൾ കണക്കാക്കി നോക്കുക. ഇനി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തേക്ക് വരാം. DMKക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? വിജയ് സർക്കാർ എന്നൊരു പുതിയ രാഷ്ട്രീയ ശക്തി. കാരണം ഇത്രയും കാലം തമിഴ്നാട്ടിൽ രാഷ്ട്രീയ മത്സരം പ്രധാനമായും 2 വലിയ ദ്രാവിഡ പാർട്ടികളെ ചുറ്റിപ്പറ്റിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കണക്കിൽ മൂന്നാമത്തെ പേര് വന്നിരിക്കുന്നു TVK. അതും സാധാരണ മൂന്നാമത്തെ പാർട്ടിയായല്ല, അധികാരം പിടിച്ച പാർട്ടിയായി. ഇതാണ് DMK ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നത്. ഒരു പ്രഖ്യാപനം വന്നാൽ ഇത് ഞങ്ങൾ നേരത്തെ ചെയ്തതാണ്, ഒരു പദ്ധതി വന്നാൽ ഇത് പേര് മാറ്റിയതാണ്, ഒരു തീരുമാനം വന്നാൽ ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഇതൊക്കെയാണ് അസൂയമൂത്ത് DMK പറയുന്നത്. എന്തായാലും ഈ പരീക്ഷയിൽ വിജയ് ജയിക്കും, അതിൽ വലിയ സംശയമൊന്നുമില്ല. കാരണം വിജയ്ക്ക് ഇപ്പോൾ പരീക്ഷ പുതുമയല്ല, തിരഞ്ഞെടുപ്പ് തന്നെ ഒരു പരീക്ഷയായിരുന്നു. അവിടെ വിജയിച്ചു. അധികാരം പിടിക്കുക, അതാണ് ആദ്യ പരീക്ഷ. അതിലും വിജയിച്ചു. ഇനി ഭരണത്തിലും ആദ്യ 100 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ വിജയ് എന്താണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതും ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. 100 ദിവസം, വെറും 100 ദിവസം. പക്ഷേ അതിനുള്ളിൽ തന്നെ ജനക്ഷേമ പദ്ധതികൾ, കർഷകർക്ക് ആശ്വാസം, തൊഴിലവസരങ്ങൾ, നിക്ഷേപ പദ്ധതികൾ, ഗ്രാമീണ വികസനം, സ്ത്രീ സുരക്ഷ, അഴിമതിക്കെതിരെയുള്ള ശക്തമായ നിലപാട്, ഇതെല്ലാം മുന്നിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ തന്നെ നോക്കൂ, 100 ദിവസം കഴിഞ്ഞപ്പോൾ ഉദയനിധി പറയുന്നത് ഇതെല്ലാം പഴയ പദ്ധതികൾക്ക് പുതിയ പേര് കൊടുത്തതാണെന്നാണ്. ബജറ്റിനെയും TVK സർക്കാരിന്റെ ആദ്യ 100 ദിവസത്തെയും അദ്ദേഹം ശക്തമായി വിമർശിക്കുകയാണ്. ശരി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ പദ്ധതിയുടെ പേരെന്താണ് എന്നതിലാണോ ജനങ്ങളുടെ താല്പര്യം? അതോ ആ പദ്ധതിയുടെ പ്രയോജനം ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നതിലാണോ?
അതാണല്ലോ ചോദ്യം. പേര് മാറ്റിയതാണെന്ന് പറയാം, പഴയതാണെന്ന് പറയാം, പക്ഷേ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നാൽ അത് വിജയ് സർക്കാരിൻ്റെ രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. ഇതാണ് വിജയുടെ മാസ്. വിമർശനം വരുമ്പോൾ നിൽക്കുകയല്ല, വിമർശനം മറികടന്ന് മുന്നോട്ട് പോകുക. അതാണ് വിജയ് സ്റ്റൈൽ. സ്റ്റാലിൻ വിമർശിക്കും, ഉദയനിധി വിമർശിക്കും, പക്ഷേ വിജയ് മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.